ഹായ് ഹലോ നമസ്കാരം. ഇന്ന് ഞങ്ങളുടെ പുതിയ ഐഫോൺ 15 പ്രോ മാക്സിൻ്റെ ഒരു ചെറിയ അൺബോക്സിംഗ് ആണ് കേട്ടോ. ഇത് ഓൾറെഡി 2-3 തവണ ഞങ്ങൾ അൺബോക്സ് ചെയ്തതാണ്. എന്നാലും വീഡിയോയ്ക്ക് വേണ്ടി ഞങ്ങളിത് ഒന്നുകൂടെ അൺബോക്സ് ചെയ്യാണ്. ഇത് 256 GB വരുന്ന നാച്ചുറൽ ടൈറ്റാനിയം എന്ന കളർ വേരിയൻ്റ് ആണ്. ഐഫോണിൻ്റെ 15 പ്രോ സീരീസിലാണ് ഈ ഒരു നാച്ചുറൽ ടൈറ്റാനിയം കളർ വേരിയൻ്റ് വരുന്നത്. ബോക്സിനകത്ത് ചാർജർ പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്നുള്ളത് നമുക്ക് ഓൾറെഡി അറിയാവുന്നൊരു കാര്യമാണ്. ഇത്തവണ പഴയ മോഡലിൽ നിന്നും വ്യത്യസ്തമായിട്ട് ടൈപ്പ് സി ചാർജറാണ് ഐഫോൺ 15 സീരീസിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ രണ്ട് എൻഡും ടൈപ്പ് സി വരുന്ന ബ്രൈഡഡ് കേബിളാണ് ഇത്തവണ ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതും നല്ല ക്വാളിറ്റി ഉള്ളതാണ്. പിന്നെ പതിവ് പോലെ തന്നെ സിം ഇജക്ടർ ടൂളും ആപ്പിളിൻ്റെ സ്റ്റിക്കറും കുറച്ച് പേപ്പർ വർക്ക്സും. പഴയ മോഡലിനെ അപേക്ഷിച്ചിട്ട് ഡിസൈനിൽ കാര്യമായിട്ട് വലിയ ചേഞ്ച് ഒന്നും ഇല്ലെങ്കിലും ഇത്തവണ ടൈറ്റാനിയം ഫ്രെയിമിലാണ് ഈ ഫോൺ നിർമ്മിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വെയിറ്റ് നല്ല വ്യത്യാസമുണ്ട്, നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഫ്രെയിമിൻ്റെ അറ്റം കുറച്ച് കേർവ്ഡ് ആയതുകൊണ്ട് തന്നെ ഫോൺ നല്ല സുഖമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഇത്തവണ അലേർട്ട് സ്ലൈഡറിന് പകരം ആക്ഷൻ ബട്ടൺ ആണ് കൊടുത്തിട്ടുള്ളത്. അത് തന്നെ പല ആവശ്യങ്ങൾക്ക് നമുക്ക് ആ ബട്ടൺ കസ്റ്റമൈസ് ചെയ്യാം. ഇതാണ് നമ്മുടെ ടൈപ്പ് സി വരുന്ന ചാർജിങ് പോർട്ട് വരുന്നത്. ഞാൻ ഈ ഫോൺ പർച്ചേസ് ചെയ്തത് UAE-യിൽ നിന്നാണ്. കാരണം നമുക്കറിയാലോ ഇവിടുത്തെ പ്രൈസ് ഭയങ്കരമായിട്ട് കൂടുതലാണ്. ഏകദേശം 1,50,000 രൂപയാണ് ഐഫോൺ 15 പ്രോ മാക്സിന് വരുന്നത്. ഇത് എനിക്ക് UAE-യിൽ നിന്ന് വാങ്ങിയത് കൊണ്ട് തന്നെ ഏകദേശം എനിക്ക് 1,00,000 രൂപയാണ് ഈ ഫോണിന് വന്നത്. പ്രധാനമായിട്ടും എനിക്ക് വീഡിയോ എടുക്കുന്ന ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഫോൺ വാങ്ങിയത്. ഫോണിൻ്റെ കൂടെ ചാർജർ വരാത്തത് കൊണ്ട് തന്നെ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നും ഒരു ചാർജർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന് ഏകദേശം 1,700 രൂപയാണ് ഒറിജിനൽ ചാർജറിന് വന്നിട്ടുള്ളത്. 20 വാട്ട്സ് വരുന്ന ഫാസ്റ്റ് ചാർജറാണിത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീഡിയോ എടുക്കുന്ന ഒരൊറ്റ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഫോൺ വാങ്ങിയിട്ടുള്ളത്. യൂട്യൂബിലൊക്കെ വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഞാൻ ഇതുവരെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നത് OnePlus 11 ആയിരുന്നു. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു ക്യാമറ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ അധികം താമസിയാതെ തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം.